മുതിർന്ന CPIM നേതാവ് ജി സുധാകരനെ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിയെന്ന വാർത്ത വരുന്നു. അമ്പലപ്പുഴ ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് ഒന്ന് കാത്തിരിക്കാൻ നേതൃത്വം പറഞ്ഞതായി വിവരം. അതിനിടെ ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ CPIM ഉപേക്ഷിച്ചുവെന്നും വാർത്തയുണ്ട്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, ഇങ്ങനെ ഒരു ഫോർമുല വെച്ചാലും ജി സുധാകരനെ പോലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എത്രമാത്രം അംഗീകരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? വെരി ഗുഡ് മോർണിംഗ്. പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇന്ന് പുറത്തു വന്നിട്ട് ഏകദേശം 6 ദിവസം പിന്നിടുകയാണ്. ആ പോസ്റ്റ് വന്നതിന് പിന്നാലെ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി R നാസർ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത തുടങ്ങി പാർട്ടിയുടെ എല്ലാ നേതൃത്വവും ജി സുധാകരനെ നേരിലും ഫോണിലുമൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ആ അനുനയത്തിലൊന്നും വഴങ്ങാൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. ഈ അവസാന നിമിഷത്തിലും നിലപാടിൽ യാതൊരു മാറ്റവുമില്ലാതെ ജി സുധാകരൻ മുന്നോട്ട് പോവുകയാണ്. പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന നിലപാട് അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായ നിലപാട് പ്രഖ്യാപനമായി മാത്രമാണ്, അല്ലെങ്കിൽ നിർണായകമായ നിലപാട് പ്രഖ്യാപനമായാണ് പാർട്ടി കാണുന്നത്. അതിനിടെയാണ് കോൺഗ്രസ് ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നത്. അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുന്ന സാഹചര്യത്തിൽ ഈ കാര്യം സ്ക്രീനിംഗ് കമ്മിറ്റിയിലും വ്യക്തമാക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ജി സുധാകരനുമായി സംസാരിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ജി സുധാകരനെ ഫോണിൽ വിളിച്ച് ഈ സ്ഥാനാർത്ഥിത്വമായ കാര്യങ്ങൾ നിരന്തരം സംസാരിച്ചിരുന്നു. ഇത് CPIM ജില്ലാ നേതൃത്വം അറിഞ്ഞു. അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് യാതൊരു മനംമാറ്റവും ഇല്ലാത്ത ജി സുധാകരനുമായി ഇനി യാതൊരു അനുനയ ചർച്ചയും വേണ്ട എന്ന പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹം കോൺഗ്രസുമായി ചർച്ച നടത്തിയാൽ അത് അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ, നമുക്കങ്ങനെ പിന്മാറ്റാൻ കഴിയും എന്നുള്ളതാണ് CPIM ജില്ലാ സെക്രട്ടറി R നാസർ ചോദിക്കുന്നത്. എന്തായാലും അമ്പലപ്പുഴയിൽ കണ്ണുവച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളായ A ഷുക്കൂറിനോടും ഒപ്പം M ലിജു അടക്കമുള്ള മറ്റ് നേതാക്കളോടും തൽക്കാലം മാറി നിൽക്കൂ, മറ്റ് സീറ്റുകൾ വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് AICC KPCCയും ഒക്കെ നൽകിയിരിക്കുന്നത്. അവിടേക്ക് ജി സുധാകരന്റെ തീരുമാനം എന്ത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിച്ചാൽ എല്ലാവിധ പിന്തുണയും നൽകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. എന്തായാലും അത്തരത്തിലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് ജി സുധാകരൻ പോയാൽ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ അത് വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.